വിൽക്കുന്നത് സാരി ആണെങ്കിലും അത് ടോട്ടലി ഒരു മെയിൽ ഡോമിനേറ്റഡ് ഫീൽഡാണ്, ടോട്ടലി ഒരു മെയിൽ കൺട്രോൾഡ് ആയിട്ടുള്ള ഫീൽഡായിരുന്നു. അങ്ങോട്ടാണ് ബീന കണ്ണൻ എന്ന് പറയുന്ന ഒരു സ്ത്രീ കടന്നു വരുന്നത്. ആ ഒരു പേട്രിയാർക്കിയുടെ ഒരു കൺട്രോളിനെ എങ്ങനെയാണ്, ഹൗ ഡിഡ് യു ഫേസ് ഇറ്റ്? See, to begin with, there was no ബീന കണ്ണൻ. നിങ്ങൾ ഈ പറയുന്ന 2000 ആണ്ടിലും ഒന്നും ഈ ബീന കണ്ണൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഇല്ല. 1996 ഇഫ് ഐ റിമെമ്പർ റൈറ്റ്, ഞങ്ങൾ കളർ ബ്ലാക്ക് എന്നൊക്കെ പറഞ്ഞിട്ടപ്പോഴത്തേക്കും ഡിസൈനർ ബീന കണ്ണൻ ഒരു റൈറ്റ് സൈഡിൽ ഒരു ചെറിയൊരു പോസ്റ്റ് ഇട്ട് ഓർമ്മ 1996 ഉള്ളത്. അപ്പോൾ തൊട്ട് ഐ വാസ് ദെയർ ആസ് എ ഫേസ്. ബട്ട് ഇപ്പം ഞാൻ പോകുന്ന ഗ്രാമങ്ങളിലോ പട്ടണങ്ങളിലോ ആർക്കും ഒരു ബീന കണ്ണൻ ഒരു ക്യാരക്ടർ ഇല്ല. ബിക്കോസ് എനി നോർമൽ ലേഡി, സാധാരണ ഇന്നത്തെ പോലത്തെ, ഇന്നത്തെ യൂണിവേഴ്സ് ലുക്സ് ദ സെയിം. ഡ്രസ്സിങ് കോഡ് ആൻഡ് എവറിത്തിങ് ഇസ് മോർ ഓർ ലെസ് ദ സെയിം ത്രൂ ഔട്ട് ദ വേൾഡ്, അല്ല ത്രൂ ഔട്ട് ദ യൂണിവേഴ്സ് എന്ന് വേണേൽ പറയാം. അപ്പോൾ അങ്ങനെ അല്ല അന്ന് നമ്മളിവിടുത്തെ ഒരു കൊച്ചു കേരളത്തിൽ നിന്ന് ഒരാൾ അടുത്തൊരു ഗ്രാമത്തിൽ പോയിട്ട് നമ്മൾ പറയുന്നു തമിഴ്നാട്ടുകാർക്ക് വേണ്ടി വീവിങ് ഒന്നും അല്ല നമുക്ക് വേണ്ടിയത്. അവരോട് ചോദിച്ചാൽ സാധാരണ ഒരു സ്ത്രീ വന്ന് ചോദിക്കുന്നു, ആൻഡ് they cannot digest it. They cannot give me my product. Who am I? മനസ്സിലായി. I was nobody in front of people. But ഞാൻ പറഞ്ഞ സമയത്ത് പോവും, ഞാൻ ഓർഡർ കൊടുക്കുന്ന സാധനം എടുത്താൽ പേയ്മെൻറ്റ് കൊടുക്കും, സോ റിട്ടേൺ കൊടുക്കത്തില്ല. അങ്ങനെയൊക്കെ വളരെ ഇപ്പം അന്ന് തൊട്ട് ഇന്ന് വരെ ദർ ഇസ് നോബഡി ഇൻ ദ ഹോൾ ഓഫ് കൺട്രി, ഹോൾ ഇന്ത്യയിൽ പോലും ആരും കാണത്തില്ല. എൻ്റെ ട്രിപ്പ് ഞാൻ പ്ലാൻ ചെയ്ത് സ്കെഡ്യൂൾ ചെയ്ത് ടൈമും ഡേറ്റ് വിട്ടിട്ടാണ് പോകുന്നത്. ടൈം വരെ കാണും 90% ഓഫ് ദ പ്ലേസസ്. അപ്പോൾ ആ ടൈം സ്കെഡ്യൂളിനനുസരിച്ച് പോയി ചേരുക തന്നെ ചെയ്യും. മോറലെസ് ദേ നോ ഐ കീപ് മൈ ടൈം. മോറലെസ് ദേ നോ ഐ കം ഫോർ എ പർച്ചേസ് ഇഫ് ഐ ആം ടെലിംഗ് ദം ദാറ്റ് ഐ ആം കമ്മിങ് ഇൻ. സോ എന്നെ വിശ്വസിച്ച് സ്റ്റോക്ക് എടുത്ത് വെക്കാൻ പറ്റും. അപ്പോൾ ഇടയ്ക്ക് ഈ ആണുങ്ങളെന്ന് പറയുന്നവർ അവർ ഇടയ്ക്കൂടെയൊക്കെ കയറി ചെന്ന് ഞാൻ പോകുന്നതിന് തലേ ദിവസം 2 ദിവസം മുന്നേ കഴിഞ്ഞ ആഴ്ച ഒക്കെ പോയി എടുക്കാൻ ശ്രമിക്കും. ഓക്കെ എടുത്തോ, 2-4 പ്രാവശ്യം കിട്ടത്തില്ല. ഞാൻ ശരി ഇറ്റ് ഇസ് ഓക്കെ എന്ന് പറഞ്ഞാൽ ഇറങ്ങിപ്പോരും. അന്ന് ഇത്ര ലാഘവത്തോടെ പറഞ്ഞ് കാണത്തില്ല, പക്ഷെ സങ്കടത്തോടെ ആയിരിക്കും അന്ന് പറഞ്ഞിട്ട് കിട്ടിയില്ലപ്പാ, ശരിപ്പാ നീ തരല, ഇറ്റ്സ് ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങി വരും. പിന്നെ അടുത്ത പ്രാവശ്യം ദേ സീ ടു ഇറ്റ് ദാറ്റ് ദേ ഐ ഗെറ്റ് മൈ സ്റ്റോക്ക് ഹുക്ക് ഓർ ക്രൂക്ക് റൈറ്റ് ഓർ റോങ്. ഞാൻ പിന്നെ ഞാൻ പറയാം തന്നില്ലേ നിനക്ക് പോയി എന്നുള്ളത് എനിക്ക് ഇപ്പോൾ പറയാൻ പറ്റും, അന്ന് അത്രയും പറയാൻ പറ്റില്ല. സോ ദർ വാസ് നോ ബീന കണ്ണൻ ടു ബിഗിൻ വിത്ത്. ഐ വാസ് എ നോർമൽ ഗേൾ ഹൂ ദ വേൾഡ് ജസ്റ്റ് ഡസൻറ്റ് നോ. പിന്നെ ദ ബിസിനസ് മാൻ. ഈ കൊച്ചു കേരളത്തിലെ ഒരു മൂക്കില്ല രാജ്യത്ത് ഒരു മുറുമൂക്കൻ രാജാവാണ് ഞാൻ. അല്ലാണ്ട് ഒരു വലിയ ലോകത്തോട്ടോ ഈ കേരള കഴിഞ്ഞ് സ്റ്റെപ്പ് ഔട്ട് ചെയ്താലോ അല്ലെങ്കിൽ മലയാളികളുടെ അടുത്ത് നിന്ന് ഇറങ്ങിപ്പോയാലോ അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യൻസ് കച്ചവടക്കാർക്കറിയാം, ബോംബെ ബേസ്ഡ് കച്ചവടക്കാർക്ക് കുറേ പേർക്കോ കൽക്കട്ട ബേസ്ഡുകാർക്കൊക്കെ എന്നെ അറിയാം. കൽക്കട്ടക്കാർക്കൊക്കെ കംപ്ലീറ്റ് ആയിട്ട് അറിയാം എന്നെ. പക്ഷേ ഡൽഹിയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഞാനൊന്നും വലിയ ആളൊന്നും അല്ല. സോ യു ജസ്റ്റ് എ നോർമൽ പേഴ്സൺ എനിവേ. യു ആർ നോട്ട് എ ഫിഗർ, യു ആർ നോ എനിത്തിങ് എനിവേ. Nobody in the whole world. ഈ കോണ്ടെക്സ്റ്റിൽ തന്നെ ചോദിച്ചത്, കാരണം ഒരു ശക്തമായ ഒരു ഡിസിഷൻ ഒരാൾ എടുക്കുമ്പോൾ, ഒരു ആണെടുത്താൽ അത് ഭയങ്കര കോൺഫിഡൻറ്റ്, ഹീസ് വെരി കോൺഫിഡൻറ്റ് എന്ന് പറയും. അതേ തീരുമാനം ഒരു പെണ്ണെടുത്താൽ ഷീസ് വെരി അറഗൻറ്റ് എന്ന് പറയുകയും ചെയ്യുന്ന ഡബിൾ സ്റ്റാൻഡേർഡ്സ് ഉള്ള ഒരു സൊസൈറ്റിയിലാണ് നമ്മൾ നിൽക്കുന്നത്. അതുകൊണ്ടാണ് ആ ചോദ്യം വരുന്നത്. ആസ് എ വുമൺ ആരെന്ത് പറഞ്ഞു എനിക്കെന്താ? നിങ്ങൾ പലതും പറയും, പറഞ്ഞു ചിലപ്പോൾ കുറച്ചുകൂടെ കഴിഞ്ഞ് ചോദിക്കും എന്തോടെ എന്നാ പറയുന്നതെന്ന് ഞാൻ ചോദിച്ചു എന്ന് വരാം. ബട്ട് ഐ എം നോട്ട് ബോതേർഡ്. ബിക്കോസ് അരഗൻസ് ഇല്ലാതെയോ ഒരു വളരെ കൂളായിട്ടുള്ളൊരു ഇന്ന് എൻ്റെ മക്കളോ അല്ല പലരും വളരെ കൂളാണ്. അമ്മ വൈ ഡു യു ടേക്ക് തിങ്സ് കൂൾ, ഓക്കെ. പക്ഷേ അതങ്ങനെ അന്ന് പറ്റില്ല, ഇന്നും പറ്റില്ല. ഇഫ് യു ടേക്ക് തിങ്സ് കൂൾ കച്ചവടക്കാർ നമ്മുടെ മുകളിൽ കൂടെ അങ്ങ് നടന്നു പോകും. ദേ ആർ ദ ബിഗ്ഗസ്റ്റ് വില്ലൻസ് ഇൻ ദ ഹോൾ വേൾഡ്. ഞാൻ ഒരു സമയത്ത് തോന്നി ബിസിനസ്സുകാരൊക്കെ എൻ്റെ ഫ്രണ്ട്സ് ആണെന്ന്. കുറച്ച് അടുത്ത മിനിറ്റ് മനസ്സിലാക്കി ഇവരാരും നമ്മുടെ ഫ്രണ്ട്സ് അല്ല എന്ന്. തന്നെ കണ്ട തൻ്റെ തോളിൽ കൂടെ കൈയിടും, അങ്ങനെ കണ്ട അങ്ങനെ തോളിൽ കൂടെ കൈയിടും. ഇതൊന്നും അല്ല, നോർത്ത് ഇന്ത്യൻസിനെ കണ്ട അവർ തോളിലായിരിക്കും കൈ, സൗത്ത് ഇന്ത്യൻസ് പുറകെ പോകും, റൈറ്റ്. അപ്പോൾ നമ്മളിവിടെ നോക്കി നിൽക്കും, വേറൊരു കച്ചവടക്കാൻ വരും തോളിൽ കൈയിട്ടിട്ട് അവൻ അങ്ങ് പോകും, നമ്മളിവിടെ പിന്നെയും നോക്കി നിൽക്കുക. എന്നിട്ട് പറയും മാഡം ആപ്കാ ടീസ് ചെയ്ത നെയ്യ് ടീക്ക് എന്നേ പറയാനൊക്കത്തുള്ളൂ. അതങ്ങനെ 10 പ്രാവശ്യം പോയി പിന്നെയും കേൾക്കും. പിന്നെ എന്തായി, അയാൾ നമ്മളെ വന്ന് വിളിച്ചിട്ട് പോകുന്ന സ്ഥലം വരെ വന്നു. അയാൾ പുറത്ത് ഡിന്നറിന് പോവാം, കൽക്കട്ട സ്ഥലം. അവിടെ പോകുമ്പോൾ ഞാൻ ഫ്രണ്ട്സിൻ്റെ കൂടെ പുറത്ത് പോകും. അപ്പോൾ പോകുമ്പോൾ ഡിന്നറിന് കാണുമ്പോൾ അയാൾ നല്ല കുടിച്ചിട്ടും കുടിക്കാതെയൊക്കെ എൻ്റെ അടുത്ത് വന്ന് എങ്ങനെ വരണമെന്ന് അറിയത്തില്ല. അയാൾ വന്ന് ആ പാത്ത വയ്ക്കുക എന്നൊക്കെ ചോദിച്ചിട്ട് പോകാൻ ഇപ്പോൾ അറിയാം. അന്ന് നിങ്ങളുടെ ടേസ്റ്റ് എനിക്കില്ല എന്ന് പറയുന്ന വ്യക്തിയായിരിക്കാം. പിന്നെ
വേറെ ഇവിടെ സൗത്ത് ഇന്ത്യയിൽ വീവിങ് സെക്ടറിലുണ്ടായിരുന്നവർ എന്നെ പുറത്തെടുത്ത് നിർത്തും. നിങ്ങൾ വാങ്ങിക്കുന്നില്ല എന്ന് വെച്ചാൽ കംപ്ലീറ്റ് തമിഴ്നാടും ഹൈദരാബാദും ടേസ്റ്റ് നമുക്ക് കൈവയ്ക്കാനേ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ളിടത്ത് എനിക്ക് പോയി വാങ്ങിക്കാനൊക്കത്തില്ല, റേറ്റും കൂടുതലായിരിക്കും, അത് വാങ്ങിക്കാനൊക്കത്തില്ല. അപ്പം ഞാൻ കയറാതിരിക്കത്തില്ല, കയറിയൊക്കെ എടുത്തൊക്കെ കഴിഞ്ഞിട്ട് 2, 4, 10, 15 എടുത്തിട്ട് ഇറങ്ങും. പിന്നെ 2 പ്രാവശ്യം 4 പ്രാവശ്യമൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ അയാൾ നമ്മളെ ടേബിളിൽ ഇരുത്തി വർത്താനം പറയിക്കും. സെലക്ഷൻ മോഡിലാണെങ്കിൽ താഴെ ഓഫീസിൽ, ഞാൻ ഓഫീസിലൊന്നും കയറത്തില്ല, നേരെ പോവും, അല്ല അവിടെ നേരെ ഞാൻ ഗോഡൗണിലായിരിക്കും എൻ്റെ അവസ്ഥ. ഇഫ് നോട്ട് ദ വീവർ ഐ ബി ഇൻ ദ ഗോഡൗൺ. അവിടെ ഇരുന്ന് എടുത്തിട്ടായിരിക്കും ഞാൻ ഇറങ്ങുന്നത്. ഏത് പുതിയ സ്ഥലത്താണെങ്കിൽ പോലും ഐ വെഞ്ചർ ഇൻ, ആരും ഒന്നും പറയത്തില്ല. അപ്പോൾ ഇയാളാണ് എന്നെ ഓഫീസിൽ പിടിച്ചിരുത്തി ഇയാളടുത്ത് കഥ പറയണം, പറഞ്ഞിട്ടേ മുകളിൽ പോകാനൊക്കത്തുള്ളൂ. ശരി, ചിലപ്പോൾ ഇനി അനിയനാണോ ചേട്ടനാണോ, 2 പേരുണ്ട്, ചേട്ടനാണോ അനിയനാണോ ആളെന്ന് എനിക്ക് അവിടെ മനസ്സിലാകുന്നില്ല. അനിയന്മാർ സംസാരിക്കാറില്ല, അടുത്ത ക്യാബിനിൽ ഇരിപ്പുണ്ടെന്ന് എനിക്ക് പലപ്പോഴും അറിയാം. ഞാനിങ്ങനെ എത്തിയൊക്കെ നോക്കാറുണ്ട്. പക്ഷേ ഇയാൾ വർത്താനം പറഞ്ഞോ ചിരിച്ചോ മുഖം നോക്കിയോ കണ്ടിട്ടില്ല, അറിയില്ല ഇയാൾ ഇതിൽ ആരാ കൺട്രോൾ ആറ്റുകയില്ല എന്നും എനിക്കറിയില്ല. എന്തോ ചേട്ടൻ വിളിക്കുന്നു, അവിടെ ഇരുന്ന് വർത്താനം പറഞ്ഞു. അപ്പോൾ നിങ്ങൾ പറയുന്നത്, നിങ്ങൾ എടുക്കുന്നതൊന്നും ശരിയല്ല, നിങ്ങൾ ഇത്രയൊന്നും എടുത്താൽ പോരാ, ഇങ്ങനെയൊന്നുമല്ല നിങ്ങൾ ഡീൽ ചെയ്യേണ്ടത്. ശരി, എല്ലാ തെറിയും കേൾക്കും. കേട്ട് കഴിഞ്ഞ് നമ്മൾ ജോലിക്ക് പോകും, പിന്നെയും തെറി കേൾക്കും, എടുത്തിട്ട് വരും. പിന്നെ എൻ്റെ സ്റ്റാഫ് കൂടെ, ആദ്യം ഞാൻ 10 വർഷം തന്നെയാണ് ജോലി ചെയ്തത്. പിന്നെ സ്ലോലി ബിഗാൻ ടു ട്രെയിൻ സ്റ്റാഫ് വിച്ച് ടുക്ക് മീ 10 years. അപ്പോൾ എനിക്ക് അച്ഛനോ അല്ലെങ്കിൽ എൻ്റെ മദറിനിലേക്കൊക്കെ ഒരു ദിവസം സിക്ക് ആണെങ്കിൽ ലീവ് എടുക്കാനൊക്കത്തില്ല. സോ ഐ സ്റ്റാർട്ടഡ് ടു ട്രെയിൻ മൈ സ്റ്റാഫ് വിച്ച് ടുക്ക് another 10 years. അപ്പോൾ 20 years ഫുൾ ഞാൻ തന്നെയാണ് 100% തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ സ്റ്റാഫ് പറയും എനിക്ക് വേണ്ട ബിനമ്മ, ബിക്കോസ് ഇത് കാഞ്ചീപുരം വിലയുടെ അത്രയായി, ഈ വില കൊടുത്താൽ ഞാൻ ഒറിജിനൽ കാഞ്ചീപുരം അതിനപ്പുറം ഞാൻ എടുത്തോളൂ. ഞാൻ പറഞ്ഞാൽ നോക്ക്, നന്നായില്ലേ, താൻ എന്തുകൊണ്ട് ഇത് എടുക്കുന്നില്ല? ബിനമ്മ 1000 രൂപ കൂടുതൽ കൊടുത്താൽ ഞാൻ കാഞ്ചീപുരം സാരി എടുക്കാം എന്നാണ് അയാളുടെ ന്യായം. ഇതൊക്കെ കഴിഞ്ഞു, വർഷങ്ങൾ പാസ്സായി, എല്ലാം കഴിഞ്ഞ് കൊറോണ വന്നു പോയി. അയാളിടയ്ക്ക് എൻ്റെ കടയിൽ വന്ന് ഡിസൈൻ തരാമെന്ന് വേണ്ടൊക്കെ ചോദിച്ചു, ഞാനൊന്നും അനങ്ങിയില്ല. ഇന്ന് അയാൾ എൻ്റെ കാലി വീഴും. ഒരു വർഷം 15 പ്രാവശ്യം എന്ന് പറഞ്ഞാൽ ഒട്ടും കുറവല്ല. വേണേൽ വീഴുന്ന സ്റ്റില്ല് വേണേൽ എടുത്ത് കാണിച്ചു തരാം. അയാളെൻ്റെ കാലി വീഴും. ഇപ്പോൾ ഫോൺ ചെയ്താൽ മതി, അയാളുടെ ഭാഷയിൽ അയാൾ പറയും നിങ്ങളാണ് എൻ്റെ ദൈവം, നിങ്ങളാണ് എല്ലാം എനിക്ക് ചെയ്തു തരുന്നത്. അയാളുടെ ഭാഷ പറഞ്ഞു, അവനെ ഓൺ ചെയ്ത് അയാൾ ഓട്ടോമാറ്റിക്കലി പറഞ്ഞോളൂ. ബിക്കോസ് അതാണ് അവസ്ഥ. സോ അവർ തിരിയുന്നത് ഞാൻ കാണുന്നുണ്ട്. ബിക്കോസ് ഞാൻ പോകേണ്ടത്, എനിക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന സ്ഥലത്തേ ഞാൻ പോകുള്ളൂ. എല്ലാ സ്ഥലത്തും എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. സൂറത്ത് യു ക്യാൻ നോട്ട് പ്ലേ യുവർ ട്രിക്സ്, നോ. അപ്പോൾ എവിടെ ട്രിക്ക് പ്ലേ ചെയ്യാൻ അവിടെ പോയി നിൽക്കും, ട്രിക്ക് പ്ലേ ചെയ്യാൻ പറ്റുന്നിടത്ത് പോയി നിൽക്കും. കേൾക്കുന്നവരടുത്ത് പറയാം, അയാൾ ഈ ഒരാൾ എൻ്റെ പേരും പറഞ്ഞ് ഇന്ത്യ മുഴുവൻ വെക്കുന്നുണ്ട്. ആൻഡ് ഹീ ടെൽസ് മീ ഓൾസോ. അപ്പോൾ എന്നെ പണ്ട് ഈഗോയിസ്റ്റിക് ആയിട്ട് വിചാരിച്ചിരുന്ന ചെന്നൈയിലെ ചെറിയ ഡീലേഴ്സൊക്കെ ഉണ്ട്, ഓരോ ബൊട്ടിക് ടൈപ്സ് ഓഫ് കടയൊക്കെ ഉള്ള ഓരോരുത്തരുണ്ട്. അവരെന്നെ കണ്ടാൽ പുല്ല് വിലയായിരുന്നു. ഇപ്പോൾ അവർ വരെ എൻ്റെ ഡിസൈൻ ആണെന്ന് പറഞ്ഞാൽ എടുത്തിട്ട് പോകും. എവറിബഡി വിൽ ഹാവ് ടു റെസ്പെക്ട് ദ ഡിസൈൻ ആൻഡ് ദ സ്റ്റഫ് ആൻഡ് ദ പ്രൊഡക്ഷൻ. ബിനമ്മയുടെ പ്രൊഡക്ഷനാണോ അയച്ചു തരാൻ. That's the standards.